വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ മാത്രം പോരാ, അല്പമെങ്കിലും വാക്കിന് വ്യവസ്ഥ വേണം. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചു പൂട്ടിയതിനെ സാമ്പത്തിക തീവ്രവാദം എന്നതാണിപ്പോൾ UAE മന്ത്രി കൂടിയായ സായിദ് ബിൻ മുബാറക് അൽ ഹാജ്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളെ തന്നെയാണ്. അവിടെയുള്ള എണ്ണപ്പാടങ്ങൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇറാൻ നടത്തിയ ആക്രമണം വലിയ തോതിൽ അവിടെ പ്രതിസന്ധികൾ രൂക്ഷമാവുകയും, എന്നാൽ അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അതിനെ തരണം ചെയ്യാനുള്ള വഴികൾ ഇപ്പോൾ തേടുകയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏറെക്കുറെ തന്നെ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതെല്ലാം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. എന്നാൽ ഇറാന്റെ പ്രവർത്തികൾ ഒട്ടും തന്നെ അംഗീകരിക്കാൻ ആവില്ല എന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. ഹോർമൂസ് കടലിടുക്ക് അടച്ചത് സാമ്പത്തിക തീവ്രവാദം എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാനും US തമ്മിൽ വെടിനിർത്തൽ കരാർ ഉണ്ടായാൽ മാത്രം പോരെന്നും സുസ്ഥിരമായ ഒരു പരിഹാരം ഇതിന് വേണമെന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭീഷണികളെ പൂർണ്ണമായ തോതിൽ തന്നെ നേരിടാൻ സാധിക്കുമെന്നും യുദ്ധം തുടങ്ങിയ ആദ്യ നാളുകളിൽ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയും UAE പ്രസിഡന്റും തമ്മിൽ സംസാരിച്ചിരുന്നു. ഊർജ്ജ സുരക്ഷയടക്കമുള്ള പല കാര്യങ്ങളും ഇരുവരും ചർച്ച ചെയ്യുകയാണ് ചെയ്തതെന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയുമായി തന്നെ UAE മന്ത്രിമാർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണമെന്ന വ്യക്തമായ ഒരു സന്ദേശം പകരുകയും ചെയ്തു. ഹോർമുസ് കടലിടുക്കിൽ വീണ്ടും അവിടെ നിയന്ത്രണവുമായി തന്നെ ഇറാൻ രംഗത്ത് വരുന്നത് വലിയ ആശങ്കകളാണ് ഉയർത്തുന്നതെന്നും വിലയിരുത്തപ്പെടുകയാണ്. ശനിയാഴ്ചയാണ് ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നും US കരാർ ലംഘനം നടത്തിയെന്ന് ആരോപിച്ചാണ് ഇറാൻ വീണ്ടും ഇത്തരം നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്നതായിരുന്നു ഇവിടെ ആരോപണമായി തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഒരു രീതിയിൽ അവിടെ വ്യക്തമാക്കിയത്. അതേസമയം സമ്പുഷ്ടീകരിച്ച യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ സമ്മതിച്ചുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന ഇറാൻ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ചെയ്തത്. ട്രംപിന്റെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്നും യുദ്ധം ഒരു നീക്കത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ല എന്നതായിരുന്നു ഇറാൻ വിദേശകാര്യ മന്ത്രാലയം ഇവിടെ വ്യക്തമാക്കിയതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.